ഇപ്പം നമുക്കറിയാം ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്നതിന് മുൻപാണ് സാധാരണ രീതിയിൽ ഗവൺമെന്റുകൾ ഓരോ തരത്തിലുള്ള സൗജന്യങ്ങൾ വാഗ്ദാനം ചെയ്ത് പിന്നെ വോട്ട് ചോദിക്കാനായിട്ട്, അതായത് മുൻകൂർ ജാമ്യം എടുക്കുന്നത് പോലെ, വിജയത്തിലേക്കുള്ള മുൻകൂർ ജാമ്യം എടുക്കുന്നത് പോലെ ആണ് സൗജന്യങ്ങൾ എറിഞ്ഞു കൊടുക്കുക. അപ്പോൾ ഉദാഹരണത്തിന് 2019 ഇലക്ഷന് നമുക്കറിയാം, നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന മോദിജി എന്താണ് പറഞ്ഞത് അദ്ദേഹം? അതായത് ഓരോ വോട്ടറുടെയും അക്കൗണ്ടിലേക്ക് 2000 രൂപ വീതം. ഓരോ വോട്ടർ എന്ന് പറയുന്നത് തെറ്റാണ്. അദ്ദേഹം അംബാനിക്കും അദാനിക്കും കൊടുക്കുമെന്ന് പറഞ്ഞില്ല. അതായത് 2 ഹെക്ടറിൽ താഴെ കൃഷിഭൂമിയുള്ള കർഷകർക്ക് 2000 രൂപ വീതം 3 ഗഡുക്കളായി 6000 രൂപ അവരുടെ അക്കൗണ്ടിൽ എത്തിക്കും എന്ന് പറഞ്ഞു. ആദ്യ ഗഡു കൊടുക്കാൻ വേണ്ടി എന്നിട്ട് മോദിജി എന്ത് ചെയ്തു? ആദ്യ ഗഡു ഇലക്ഷന് മുൻപ് കൊടുക്കാൻ, ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്നതിന് മുൻപ് കൊടുക്കാൻ വേണ്ടി മോദിജി എന്താണ് ചെയ്തത്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അതായത് ഒരു ബാങ്കിന്റെ പിന്നെ എന്താ പറയുക, റിസർവ് ഫണ്ട്, അതായത് ലാഭത്തിന്റെ ഒരു വിഹിതമാണ് കമ്പനികൾ സാധാരണ റിസർവ് ഫണ്ടാക്കി സൂക്ഷിക്കാറുള്ളത്, ഒരു എമർജൻസി വന്നാൽ എടുക്കാൻ വേണ്ടി. അങ്ങനെ റിസർവ് ബാങ്ക് ചരിത്രാരംഭം മുതൽ 1935 മുതൽ റിസർവ് ഫണ്ടിലേക്ക് ഇട്ടിരുന്ന ആ തുക, ലാഭം, അതെടുത്ത് 1,70,00,000 രൂപയാണെന്നാണ്. 170 കോടി രൂപ, 170 കോടി രൂപയാണ്, 170 കോടി സംതിങ്, കൃത്യമായിട്ട് ഞാനിപ്പോൾ ഓർക്കുന്നില്ല, രൂപയാണ് ഇങ്ങനെ ഈ കർഷകർക്ക് 2 ഹെക്ടറിൽ താഴെ കൃഷിഭൂമിയുള്ള കർഷകർക്ക് ആദ്യ ഗഡു 2000 രൂപ വീതം കൊടുത്തത്. അങ്ങനെ അദ്ദേഹം വൻ ഭൂരിപക്ഷത്തോടെ ഭരണത്തിൽ വന്നു. ഇപ്രാവശ്യവും അതുപോലെയൊക്കെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം സാധാരണക്കാരെ വോട്ട് 2000 രൂപ ഒന്നിച്ച് കാണുന്ന ചെറുകിട നാമമാത്ര കർഷകർ വളരെ ചുരുക്കമാണ്, പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിൽ. അപ്പം അതുപോലുള്ള പ്രഖ്യാപനങ്ങൾ ഈ പ്രാവശ്യവും നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പൊ ഈ അടുത്തിടെ സംഭവിച്ചത് എന്താണ് എന്ന് നമുക്ക് നോക്കാം. സ്ത്രീകളെ ചേർത്ത് പിടിക്കും എന്ന് പറഞ്ഞ്, അതായത് എല്ലാ സ്ത്രീകൾക്കും സൗജന്യമായിട്ട് ഗ്യാസ് കണക്ഷൻ, പാചക ഗ്യാസിന്റെ കണക്ഷൻ കൊടുക്കും. അതായത് നമുക്കറിയാം വടക്കേ ഇന്ത്യയിലൊക്കെ സാധാരണ ചാണക വറളി ഉണ്ടാക്കി, അതായത് ചാണകം അടിച്ചു പരത്തി ഉണക്കി വെച്ച് അതാണ് വിറകിന് പകരം, വിറക് ലഭ്യമല്ലാത്തത് കാരണം അത് ഉപയോഗിച്ചാണ് പലരും പാചകം നടത്തുന്നത്. അപ്പം ഈ ഏത് തരത്തിലാണെങ്കിലും വിറക് കൊണ്ടോ ചാണക വറളി കൊണ്ടോ ആണ് പാചകം നടത്തുന്നത് എങ്കിലും സ്ത്രീകളുടെ ശ്വാസകോശങ്ങൾക്കും ഒക്കെ അത് കേടാണ്. പ്രത്യേകിച്ച് ഗർഭിണികളൊക്കെ അത്തരം പുക അടുപ്പിലൂകുകയും ഒക്കെ ചെയ്യുന്നത് അപകടകരമാണ്. അപ്പം അത്തരം നാരികളെ ചേർത്ത് നിർത്താൻ വേണ്ടി എല്ലാവർക്കും പാചകവാതക കണക്ഷനും പാചക ഗ്യാസും ഫ്രീ ആയിട്ട് കൊടുക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ ഒരു വാഗ്ദാനം ഉണ്ടായിരുന്നത്. ഇലക്ഷൻ ജയിച്ച് വന്നതിന് ശേഷം അദ്ദേഹം 8 കോടി പേർക്ക് അക്കൗണ്ട്, അതായത് പാചക ഗ്യാസ് കണക്ഷൻ കൊടുത്തു. 8 കോടിയോ അതിലധികമോ പേർക്ക് കണക്ഷൻ കൊടുത്തു, ഫ്രീ ആയിട്ട് തന്നെ കണക്ഷൻ കൊടുത്തു. പക്ഷേ ഗ്യാസിന്റെ വില എവിടെ എത്തിച്ചു എന്നാണ് നമ്മൾ ഓർക്കേണ്ടത്. അദ്ദേഹം നരേന്ദ്രമോദി ചേർത്ത് പിടിക്കുന്നു എന്ന് എപ്പോഴും നിരന്തരം നമ്മൾ ചാനലിലും ഒക്കെ, അതായത് ന്യൂസ് ഇടയ്ക്കും ഒക്കെ അഡ്വർടൈസ്മെന്റ് ആയിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മോദിയുടെ ഗ്യാരണ്ടി, മോദിയുടെ ചേർത്ത് പിടിക്കൽ എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ തരത്തിലുള്ള വിക്രിയകളാണ് ഓരോ അഡ്വർടൈസ്മെന്റ് ആയിട്ട് നമ്മുടെ മുൻപിലേക്ക് എത്തുന്നത്. അപ്പൊ അതിലൊന്നാണ് ഈ നാരികളെ ചേർത്ത് പിടിക്കുന്നത്, ഗ്യാസ് കണക്ഷൻ കൊടുത്ത്. പക്ഷെ അതിൽ 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോൾ എന്തായിരുന്നു ഗ്യാസിന്റെ വില? 435 രൂപയായിരുന്നു ഒരു സിലിണ്ടർ ഗ്യാസിന്റെ വില. അത് ഉയർന്ന് 1162 രൂപയിൽ എത്തിച്ചു ശ്രീമാൻ നരേന്ദ്രമോദി. അങ്ങനെ എത്തിക്കുമ്പോൾ ഞങ്ങൾ ഓർക്ക് ഇത് അദ്ദേഹത്തിന്റെ പരിധിക്കകത്ത് നിൽക്കുന്നതല്ല, അദ്ദേഹത്തിന്റെ അധികാര പരിധിക്കകത്ത് നിൽക്കുന്നതല്ല എന്ന് വേണമെങ്കിൽ അദ്ദേഹത്തിന് സാധാരണക്കാരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താം. പക്ഷേ ആ ബോധ്യപ്പെടുത്തൽ തെറ്റാണ്. കാരണം ഇപ്പോഴും പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് എന്ന് പറയണ മന്ത്രാലയത്തിന്റെ കീഴിൽ തന്നെയാണ് പെട്രോളിന്റെയും പാചക ഗ്യാസിന്റെയും ഒക്കെ വില നിശ്ചയിക്കാനുള്ള പൂർണ്ണ അധികാരം. അതായത് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില നിയന്ത്രണാധികാരം വിപണിക്ക് വിട്ടു, ശരിയാണ്, വിപണിക്ക് വിട്ടു എന്ന് പറയുന്നത് ശരിയാണ്. പക്ഷേ ഈ വിപണിക്ക് വിട്ടു എന്ന് പറയുമ്പോൾ തന്നെ ആരാണ് ഈ വിപണിയുടെ
മൊണോപ്പൊളിസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കയ്യിലിരിക്കുന്ന ഇപ്പോഴും പെട്രോളിയം ഉൽപാദന മേഖലയുടെ മേജർ ചങ്ക് ഏറ്റവും കൂടുതൽ കൈയാളുന്നത് അത് പെട്രോളിയം പിന്നെ ഇമ്പോർട്ട് ചെയ്യുന്നതാണെങ്കിലും അത് ശുദ്ധീകരിക്കുന്നതാണെങ്കിലും വാതകം കുഴിച്ചെടുക്കുന്നതാണെങ്കിലും എല്ലാം ചെയ്യുന്നതിന്റെ മജോറിറ്റി സ്റ്റേക്ക് ഇപ്പോഴും ഇരിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് കമ്പനികളാണ്. പിന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കരങ്ങളിലാണ് ഇതിന്റെ നിയന്ത്രണാധികാരം ഇരിക്കുന്നത്. അപ്പൊ വിപണിക്ക് വിട്ടു എന്ന് പറഞ്ഞാൽ പോലും ഏറ്റവും ഗൗരവമായിട്ട്, അതായത് മേജർ ഷെയർ കേന്ദ്രത്തിന്റെ കയ്യിലായതുകൊണ്ട് തന്നെ ആ വിപണി നിയന്ത്രണവും കേന്ദ്രത്തിനാകും. അപ്പൊ ആ കേന്ദ്ര ഗവൺമെന്റ് എന്തുകൊണ്ടാണ് വില നിയന്ത്രിക്കാതെ ഈ 435 രൂപയിൽ നിന്ന് 1162 രൂപ വരെ പാചക ഗ്യാസിന്റെ വില വർദ്ധിപ്പിക്കാൻ ഒരു വശത്തോടെ നിങ്ങളെ ഞാൻ തലോടുന്നു, നിങ്ങളെ ഞാൻ സംരക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ മറുവശത്തോടെ കനത്ത അടി കൊടുക്കുകയാണ്. നീയൊന്നും ഗ്യാസ് വാങ്ങി ഉപയോഗിക്കണ്ട, നീയൊക്കെ പാചക വരളി, അതായത് എന്താണ് പറയുക, ചാണക വരളി കൊണ്ട് കത്തിച്ചാൽ മതി എന്നുള്ള അടി കൊടുക്കുന്നതിന് തുല്യമായിരുന്നു ഗ്യാസിന്റെ വില. അതായത് ഞാൻ പറഞ്ഞല്ലോ, അത് എസ്റ്റാബ്ലിഷ് ചെയ്യാനാണ് ഞാൻ പറഞ്ഞത്. അതായത് പിന്നെ പൊതുമേഖല, അതായത് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ പൊതുമേഖലാ സ്ഥാപനമാണ് ഇപ്പോഴും ഭരിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനമായിട്ടും. അതുകൊണ്ട് തന്നെ കേന്ദ്ര ഗവൺമെന്റിനാണ് മേജർ സ്റ്റേക്ക്. അതുകൊണ്ട് തന്നെ കേന്ദ്ര ഗവൺമെന്റിന് വിപണിക്ക് വിട്ടു എന്ന് പറയുമ്പോഴും നിയന്ത്രണാധികാരമുണ്ട്. വില എവിടെ പിടിച്ചു നിർത്തണം, അഥവാ ലാഭത്തിന് വേണ്ടി വില വർദ്ധിച്ചോട്ടെ എന്ന് വെച്ചാൽ ആ ലാഭം എങ്ങോട്ടാണ് പോകുന്നത്? ഡിവിഡൻഡ് ആയിട്ട് കേന്ദ്ര ഖജനാവിലേക്കാണ് പോകുന്നത്, അല്ലാതെ വേറെ എങ്ങോട്ടും അല്ല ആ ലാഭം പോകുന്നത്. അപ്പൊ അങ്ങനെ നമുക്കറിയാം, മുകേഷ് അംബാനിയുടെയൊക്കെ റിലയൻസ് ഇൻഡസ്ട്രീസ്, അവരുടെ പെട്രോളിയം കമ്പനി, അങ്ങനെ വളരെ കുറച്ച് പെട്രോളിയം ഉൽപാദന വിതരണക്കാർ മാത്രമേ ഉള്ളൂ സ്വകാര്യമായിട്ട്, ബാക്കിയുള്ളതെല്ലാം പൊതുമേഖലയിലാണ്. അപ്പൊ പൊതുമേഖലയ്ക്ക് ചെയ്യാമായിരുന്നു, ചെയ്തില്ല. അത് മറച്ചു വെച്ചുകൊണ്ട് 435 രൂപയിൽ നിന്ന് 1162 രൂപ വരെ പൊക്കി, അങ്ങനെ മാക്സിമം ചൂഷണം ചെയ്തു. ആ ചൂഷണത്തിന് ശേഷമാണ് 100 രൂപ 60 രൂപ ഈ തരത്തില് ഇപ്പോ പിന്നെ പാചക ഗ്യാസിന്റെ വില 900-ന്റെ ചുറ്റുവട്ടത്തിൽ കറങ്ങി കളിക്കുന്നത്. അത് ഒരു പക്ഷെ കുറച്ചുകൂടി ഇലക്ഷന് മുൻപായിട്ട് കുറഞ്ഞേക്കാം, ഉറപ്പില്ല. പക്ഷേ ഇലക്ഷന് വീണ്ടും മോദിജി ഭരണത്തിൽ വന്നാൽ കട്ടായം ഒറ്റ ചാട്ടമായിരിക്കും പാചകവാതകത്തിന്റെ വില. അത് തന്നെയാണ് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെയും വില സംഭവിക്കാൻ പോകുന്നത്. ഇപ്പൊ ഇതാ 2 രൂപ വില കുറച്ചിരിക്കുന്നു പെട്രോളിനും ഡീസലിനും. എന്ത് പറഞ്ഞാണ് ഇലക്ഷൻ പിന്നെ ഭരണത്തിൽ വന്നത് മോദിജി? അതായത് 50 രൂപയ്ക്ക് 2014 പിന്നെ ഭരണത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞത് എന്താണ്? അതായത് UPA ഗവൺമെന്റിന്റെ കാലത്ത് ഓർമ്മിക്കണം, $140 പെർ ബാരൽ വിലയുള്ളപ്പോഴാണ് UPA ഗവൺമെന്റ് പിന്നെ 70% രൂപയ്ക്ക് മുകളിൽ പിന്നെ പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിപ്പിക്കേണ്ടി വന്നത്. അതും അറച്ചറച്ച് പല ഘട്ടങ്ങളിലായിട്ടാണ് വർദ്ധിപ്പിച്ചത്. അന്ന് $140 വരെ വിലയുണ്ടായിരുന്നു പെട്രോളിയം ഒരു പെർ ബാരൽ അന്താരാഷ്ട്ര വിപണിയിൽ. അത് കുറഞ്ഞ് നരേന്ദ്രമോദി ഭരണത്തിൽ വരുന്നതിന് 2014 നടത്തിയ ഇലക്ഷൻ പ്രൊപ്പഗാൻഡയുടെ സമയത്ത് പറഞ്ഞത് എന്തായിരുന്നു? 50 രൂപയ്ക്ക് പെട്രോളും ഡീസലും തരുമെന്ന് പറഞ്ഞ് ഭരണത്തിൽ വന്നു. അതിനുശേഷം 2016 കാലഘട്ടമായപ്പോഴേക്കും അന്താരാഷ്ട്ര വിപണിയില് $27 പെർ ബാരൽ അന്താരാഷ്ട്ര വിപണിയിൽ വില താണു. അപ്പോഴും ഇവിടെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില $100 എത്താൻ വേണ്ടി ചാടി കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവസാനം എന്ത് സംഭവിച്ചു? പിന്നെ ഓണം വരാൻ ഒരു കാരണം എന്ന് പറയുന്നത്, ഒരു മൂലം എന്ന് പറയുന്നത് പോലെ യുക്രൈൻ റഷ്യ വാർ വരുന്നു. അതോടുകൂടി ഉപരോധം വരുന്നു. റഷ്യയിൽ നിന്നുള്ള പിന്നെ എന്താണ് പറയുക, ഇന്ധനത്തിന്റെ വ്യാപനം ഉപരോധത്തിൽ ബുദ്ധിമുട്ടിലാകുന്നു. അതോടുകൂടി അന്താരാഷ്ട്ര വിപണിയില് വിലകൾ വർദ്ധിക്കുന്നു. അങ്ങനെ വില വർദ്ധിച്ചപ്പോൾ നമുക്കറിയാം 109, അതായത് 100-നും 116-നും ഇടയ്ക്ക് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിച്ചെത്തുന്ന കാര്യം നമ്മൾ കണ്ടു. അങ്ങനെ പോയ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലയിലാണ് ഇപ്പോ ഈ 2 രൂപ വീതം കുറവ് വെച്ചിരിക്കുന്നത്. പെട്രോളിന്റെയും ഡീസലിന്റെയും വില 95-നും 105-നും ഇടയ്ക്ക് കിടന്ന് കളിക്കുന്ന രീതിയിലേക്ക് മാറിയിരിക്കുന്നു. അപ്പോൾ ഒരു ചെറിയ ആശ്വാസമെങ്കിലും സാധാരണക്കാരെ സംബന്ധിച്ച്, അതായത് സർവ്വസാധാരണക്കാരെ സംബന്ധിച്ച് അതൊരാശ്വാസം തന്നെയാണ്. അതിനേക്കാൾ വലിയ ആശ്വാസമാണ് ഉപഭോക്തൃ മേഖലയിൽ അത് വരുത്താൻ സാധ്യതയുള്ളത്. കാരണം
ഇന്ധനമില്ലാതെ സാധന സേവനങ്ങളുടെ ട്രാൻസ്പോർട്ടേഷൻ സാധ്യമല്ല. അപ്പം അത് കാരണം കൊണ്ട് ഇന്ധനത്തിന്റെ വിലയിൽ എന്ത് മാറ്റം, എന്ത് ഇളവ് വന്നാലും അത് നാം ഉപയോഗിക്കുന്ന എല്ലാ ഉപഭോക്തൃ ഉൽപ്പന്നങ്ങളുടെയും വിലയിലും ഒരു സാവകാശം ലഭിക്കുന്നതിന് കാരണമാകും. ഏതായാലും ഇത് പക്ഷേ ഈ ഇലക്ഷന് മുൻപുള്ള ഒരു കൈനീട്ടം മാത്രമാണ്. നിങ്ങൾ എനിക്ക് വോട്ട് തരൂ, വോട്ട് ചെയ്തു കഴിഞ്ഞാൽ വലിയ കാര്യങ്ങൾ ഞാൻ ചെയ്യാമെന്നാണ്, ഞാൻ ചേർത്ത് പിടിക്കുമെന്നാണ് പറയുന്നത്. എങ്കിലും അദ്ദേഹം ചേർത്ത് പിടിക്കുന്നത് എങ്ങനെയായിരിക്കും? ഒരു ഒറ്റ കുതിപ്പായിരിക്കും പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലയിൽ ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ. അത് ഓർക്കുന്നത് വോട്ടേഴ്സിന് എപ്പോഴും നല്ലതായിരിക്കും.